ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. നിത്യാനുഭൂതിരസസ്വരൂപം മധുരേണ സംബോധിതസാരോപദേശം. ഹൃദിസ്ഥമാനന്തരസം ദദാമി. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. രമണഭക്തിത്വയി പശ്യാമി നിത്യം. രമണോപദേശം ഉപദിശ്യത്തെ ഹി നിത്യം. ചിദാത്മഭാവീ ച മൗനഃ പ്രിയം ത്വാം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. കരുണാർണവം ച നിജതത്വനിഷ്ഠം. സമ്യക് വിവേകം പരിപൂർണഭാവം. ഉപനിഷത് ഭാവം പ്രകടസ്വഭാവം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. സൗമ്യേന താപത്രയനാശകാരകം. പ്രിയേന വാക്യേന പ്രകാശകാരകം. നിഷ്കാമവാത്സല്യഹൃദയഃ പ്രകാശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. വേദാന്തസാരം സുലഭഃ പ്രധാനം. വേദസ്യ മാർഗേ പ്രചരന്തി നിത്യം. തവ പാദപുഷ്പം മമ മാനസം ഹി. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. യഥാ മമാന്തെ ഭവന്തം സ്മരാമി. തദാ ബഹിർനനു തവ കീർത്തനാനി. യഥോക്തമാർഗേ യതയാമി ഗന്തും. പിബേയം ഹി നിത്യം ഗുരുചരണതീർത്ഥം. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി. അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാ വാം. പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. യോ അന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. സഞ്ജീവയത്യഖിലശക്തിധരസ്ത്വധാംനാം. അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം. കലാഭ്യാം ചൂഡാലങ്കൃതശശികലാഭ്യാം. നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാമസ്തോകത്രിഭുവനശിവാഭ്യാം. ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഗളന്തി ശംഭോ ത്വച്ചരിതസരിതഃ. കിൽബിഷരജോ ദളന്തി ദീകുല്യാ സരണിഷു പതന്തി വിചയതാം. ദിശന്തി സംസാരഭ്രമണപരിതാപോപശമനം. വസന്തി മച്ഛേതോ ഹൃദി ഭുവി ശിവാനന്തലഹരി. ആദിശങ്കര ഭഗവത്പാദാളുടെ ശിവാനന്ദലഹരി എന്ന ഭക്തി കൃതിയാണ് നമ്മൾ വിചാരം ചെയ്തു വരണത്. ആനന്ദം എന്ന വാക്കിന് ശിവം എന്ന് തന്നെ അർത്ഥം.
ഭഗവാൻ മഹാദേവനെ തന്നെ നമ്മൾ കണ്ട ഡാൻസ് ആടിക്കൊണ്ടേയിരിക്കണം. നടരാജൻ എന്ന് പേര്. നിത്യ നർത്തന നടരാജ. വരണ വഴിക്ക് നമ്മൾ കേട്ടോണ്ട് വന്നു, നടരാജ നടരാജ, നിത്യ നർത്തന നടരാജ. നിത്യം ഭഗവാന്റെ നടനം നടന്നുകൊണ്ടേയിരിക്കും. അല്ലെ, ഹാർട്ട് ബീറ്റ് നിന്ന എല്ലാം നിന്നെന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഹാർട്ട് ബീറ്റ് പോലെ നടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ആ നടനം കൊണ്ടാണ് ബാക്കി എല്ലാം നടക്കുന്നതായിട്ട് കാണുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ നടനത്തിൻ്റെ പ്രതിഫലനമാണ്. രമണ മഹർഷി കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ നടരാജനെ എവിടെ കിട്ടും എന്ന് പറയണം. അഹം അഹം ഇതി നിർത്യസിപോഹോ തേ വദന്തി ഹൃദയം നാമ. അഹം അഹം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാ, എവിടെ പോകണം? ഞാൻ ഞാൻ നർത്തനം ചെയ്യുന്നത് കാണാൻ ഒരിടത്തും പോണ്ട. നമ്മൾ തന്നെ രാവിലെ എണീറ്റ ഞാൻ കുളിച്ചു, ഞാൻ പല്ല് തേച്ചു, ഞാൻ ആഹാരം കഴിച്ചു, ഞാൻ അയാളെ കണ്ടു, ഞാൻ അമ്പലത്തിൽ പോയി, നീ അമ്പലത്തിൽ പോണില്ല അല്ലേ? എത്രയോ ഞാൻ. രാവിലെ ഉറക്കം എണീറ്റ തൊട്ട് രാത്രി കിടക്കാൻ നേരം വരയ്ക്കും എത്ര ഞാൻ പറഞ്ഞു എന്ന് നമ്മൾ നോക്കിയാൽ എത്രയോ ഞാൻ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഞാൻ എന്ന് നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന് വരണു ഈ ഞാൻ എന്നുള്ളൊരു ഭാവം അല്ലേ? അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയാൽ അവിടെ നടരാജനെ നമുക്ക് കാണാൻ പറ്റും. നടരാജൻ എവിടെ ഇരിക്കണു? ചിത് സബേഷൻ, ചിത്തംബരം അല്ലേ? ചിദംബരം. കാണവേണ്ടാമോ തില്ലയെ കാണവേണ്ടാമോ, ഇരു കണ്ണിരുക്കുമ്പോതേ വിണ്ണുയർ ഗോപുരം കാണവേണ്ടാമോ, വീണിൽ ഉലകை சுத்தி சுத்தி, வீணில் உலகை சுத்தி சுத்தி வந்த மேதினி போற்றும் சிதம்பர தேவனே കാണ വേണ്ടാമോ. മേദിനി പോற்றும் ചിദംബര ദേവനെ കാണ വേണ്ടാമോ. ആ ചിദംബര ദേവനെ എങ്ങനെ കാണാം? അനുഭവത്തിൽ കാണാം. ഉള്ളിൽ ആനന്ദമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ ചിദംബരദേവന്റെ നടനം കാണാം. ചിത് സബേഷൻ. ചിത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വരൂപം. സത്ത് ചിത്ത് ആനന്ദം. സത്യം ജ്ഞാനം അനന്തം. അറിവ് വരുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ആനന്ദം വരുന്നത്. കുട്ടികളൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് മുഴുവൻ പഠിച്ച് തലയിൽ കയറ്റി വെച്ചിട്ട് ഡാൻസ് കളിക്കും അല്ലേ? ആനന്ദം. അവർക്ക് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആനന്ദം വരുന്നത്. എന്തുകൊണ്ടാണ്? അറിവ് കൊണ്ട്. അത് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ആ ആനന്ദം പോയി. അപ്പോൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ആനന്ദം വരും. ആ ആനന്ദം കുറച്ചു നേരേ ഉള്ളൂ. കാരണം അറിഞ്ഞതിന് ശേഷം ഈ അറിവ് കൊണ്ടുള്ള ദോഷം ആലോചിച്ച് നമുക്ക് വിഷമം വരും. അതുകൊണ്ട് നമ്മളെല്ലാം അറിവിനെയാണ് ആഗ്രഹിക്കുന്നത്. ഏതാ അറിവെന്ന് പറഞ്ഞാൽ യല്ലബ്ധോ പുമാൻ തൃപ്തോ ഭവതി. എന്ത് കിട്ടിയാലാണോ, എന്ത് അറിഞ്ഞാലാണോ നമുക്ക് തൃപ്തി ഉണ്ടാവണത്, ആ തൃപ്തിയെ അറിയുക. അതാണ് ചിത്ത്. അറിവേ സ്വരൂപം. ആരെ അറിയണം? എന്നെ തന്നെ അറിയണം. ഞാൻ ആരെന്ന് ഒരു വസ്തുത പിടികിട്ടണമെങ്കിൽ അഹം അഹം എന്ന്
നർത്തനം ചെയ്യണ ആ വസ്തുവിനെ അനുസന്ധാനം ചെയ്ത് നോക്കണം. അപ്പോൾ ഉള്ളില് അനുഭൂതിയായിട്ടൊരു വസ്തു ഉള്ളിൽ ഒന്നും അഫക്റ്റഡ് ആവാതെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും നമുക്ക് അല്ലേ അഫക്റ്റഡ് ആണ് നമ്മൾ എല്ലാ കാര്യത്തിലും. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ ഡോക്ടർ പറയാണ് ഒരു രോഗമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുകയാണെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് തൃപ്തിയേ വരില്ല അല്ലേ. ആ ഡോക്ടർ അത്ര ശരിയില്ല, വേറൊരു ഡോക്ടറെ കാണും. ആരാണോ നിങ്ങൾക്ക് കുറച്ച് മോശം പറയണത് അവിടെ നമുക്ക് തൃപ്തി വരും. എന്തുകൊണ്ടാ? മനസ്സുകൊണ്ട് യം യം ലോകം മനസാ സംവിഭാതി. നമ്മൾ മനസ്സിൽ എന്തൊക്കെയോ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതിയിരിക്കണം അല്ലേ. അത് ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ, പ്രോബ്ലം ഉണ്ട്, അതും ഒരു പ്രോബ്ലമാണ് അല്ലേ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സഫർ ചെയ്യും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ഇയാൾ ശരിയില്ലേ എന്ന് പറഞ്ഞ് സഫർ ചെയ്യും. അപ്പം സഫറിങ് മാത്രം മാറണില്ല. അപ്പം സഫർ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് ചെയ്യണം. എൻ്റെ സ്വരൂപം ഒന്നിനും ടച്ച് ആവണേ ഇല്ല, ഒന്നിലും ബാധിക്കപ്പെടണേ ഇല്ല. നല്ല ചൂടിന്ന് ഉറങ്ങാനേ പറ്റണില്ല എന്ന് പറയണു. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാൽ പിന്നെ ചൂടെടുത്ത ആളെവിടെ പോയി? ഇത്ര നേരം സഫർ ചെയ്ത് ചൂടെടുത്ത ആള് പോയി, മറഞ്ഞുപോയി. നല്ല വിശന്ന് കിടന്ന ആള് ഉറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പും എല്ലാം മറന്നുപോയി അല്ലേ. നമ്മൾ പറയും നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ആത്മാവിരിക്കുന്നു. ആത്മാവിന് ശരീരമൊന്നുമില്ല. ചെറിയ കുട്ടികളെയൊക്കെ നോക്കിയാൽ, ഇപ്പം തന്നെ ഇന്നലെ ഒരു കുട്ടിയെ കാണാൻ പോയി നമ്മൾ. ചെറിയ കുട്ടി, 1 ദിവസം പ്രായം, കണ്ണ് തുറക്കണു, ആരെയും നോക്കണില്ല. കാരണം കണ്ണിലൂടെ ആരെയും കാണാൻ പറ്റില്ല. കണ്ണുണ്ട് പറഞ്ഞ് കാണാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെയോ നമ്മൾ പറയണു, ഒന്നും കേൾക്കാൻ പറ്റില്ല. പതുക്കെ 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 അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ആത്മാവ് ശരീരം വേറെ വേറെ ആയിട്ട് നിൽക്കും. കുട്ടിക്ക് ഞാൻ എന്ന് പറയാൻ അറിയില്ല, അച്ഛൻ എന്ന് പറയാൻ അറിയില്ല, അമ്മ എന്ന് പറയാൻ അറിയില്ല, കരയുന്നു, ഏതോ ഒരു പ്രകൃതിയുടെ ഫോഴ്സിൽ കരയണു. പതുക്കെ 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 നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടിയെ പഠിപ്പിക്കുന്നു. കുട്ടിക്ക് പേരിട്ട് കൊടുത്തിട്ട് ഈ പേര് വിളിക്കണു. കുട്ടിക്ക് ആദ്യം കുട്ടിക്ക് പേരിട്ട പേരിനെ വിളിച്ചാൽ കുട്ടി തിരിച്ച് ആ പേര് വിളിക്കും നമ്മളെ. കുട്ടികളൊക്കെ അങ്ങനെയാണ്. നമ്മൾ പോയി കുട്ടിക്ക് ഒരു പേരിട്ട് വിളിച്ചോന്ന് വെച്ചോ, കുട്ടികൾ തിരിച്ച് നമ്മൾ ആ പേര് വിളിക്കും. കാരണം അതിനറിയില്ല, ഏതോ വിളിക്കണു, നമ്മൾ വിളിക്കണമെന്ന് പറയും. പതുക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, നീ ആണ് ഈ പേര്, ഈ നാമം രൂപം ഒക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. നിന്റെ ശരീരം പറഞ്ഞു കൊടുക്കണതോടെ കുട്ടി പതുക്കെ പതുക്കെ അറിഞ്ഞറിഞ്ഞ് ശരീരമാണ് എന്ന് വിചാരിച്ചിട്ട് സഫർ ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ വാസ്തവത്തിൽ എന്ത് ചെയ്യണം? ഒരാളെ കൂടെ സഫറിങ്ങിലോട്ട് പിടിച്ച് വലിച്ചിടണം അല്ലേ. നല്ല കുട്ടികളൊക്കെ ആനന്ദമായി നിൽക്കണു, ഒന്നുമില്ല. എന്തുകൊണ്ടാ? അവർക്ക് ഒന്നും ടെൻഷനില്ല, നമ്മളെ പോലെ എന്തെങ്കിലും അറിയണമെന്ന് മനസ്സ് പ്രവർത്തിക്കണില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ആനന്ദമായിരിക്കണു. ഉപനിഷത്തെ പറയണു, ഒന്നും അറിയാതിരിക്കണം, എന്നെ മാത്രം അറിഞ്ഞ്, ഞാൻ എൻ്റെ സ്വരൂപത്തെ അറിഞ്ഞ് വെളിയിലൊന്നും അറിയാതെ ഇരുന്ന ഒരു ബാലനെ പോലെ, ഒരു കുട്ടിയെപ്പോലെ ഇരിക്കലാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാനന്ദ സ്വാമിയൊക്കെ നമുക്കറിയാം. ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഇൻസിഡൻറ്റ് തന്നെയാണ്. ഈ കേരളം ഭരിക്കണ കരുണാകരൻ ഒരു മിനിസ്റ്റർ വന്നിട്ട് അദ്ദേഹത്തിനെ ദർശനം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് കുട്ടികളുമായിട്ട് എന്തോ കളിച്ചുകൊണ്ടിരിക്കണം. കുട്ടികളുമായിട്ട് എന്തൊക്കെയോ പറയണു, തമാശ പറയണു, കളിക്കണു. പോലീസ് വന്ന് അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കുട്ടികളൊക്കെ മാറണം എന്ന് പറഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ കരുണാകരന് കുട്ടികളെ ഒന്നും കണ്ടുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ അല്ല, പ്രോട്ടോക്കോളാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, എന്നാൽ പിന്നെ കുട്ടികളൊക്കെ പോയിട്ട് വന്നോളൂ. അപ്പോൾ ജ്ഞാനം എന്ന് പറയണത് ആനന്ദത്തിനാണ്, ആനന്ദം അനുഭവിക്കാനാണ്. ആ ജ്ഞാനമാണ് പരമേശ്വരൻ. അതുകൊണ്ട് പരമേശ്വരനെ അറിഞ്ഞാൽ
സാക്ഷാത് ഈശ്വരനെ അറിഞ്ഞാൽ നമുക്ക് വേറൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല. ആ ഈശ്വരനെ എങ്ങനെ അറിയാം? ഭഗവത് കഥകളാകുന്ന സരസിലൂടെ നമ്മൾ ഒഴുകിച്ചെന്നാൽ നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കും അല്ലേ? ആദ്യം ഒരു അമ്മ നമുക്ക് പറഞ്ഞു തരണു, അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞു തരണത് പോലെ സദ്ഗുരുക്കൾ എന്ത് പറഞ്ഞു തരണു? ഈശ്വരനിലേക്കുള്ള വഴി പറഞ്ഞു തരണു. അതിനെയാണ് സത്സംഗം എന്ന് പറയണത്. ആ സത്സംഗത്തിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഗളന്തി ശംഭോ ത്വച്ചരിത സരിതഃ. ആ സത്സംഗമാകുന്ന ത്വച്ചരിത, ഭഗവാന്റെ കഥകളാകുന്ന സരിതഃ എന്ന് വെച്ചാൽ ഒരു ഒഴുക്ക്, ഒരു ജലാശയം, ഒരു ഒഴുക്ക്. ഭഗവത് കഥകളാകുന്ന ഒഴുക്കിൽ പെട്ട് ഒഴുകിപ്പോവുക നമ്മൾ. ജ്ഞാനികള്, രാമകൃഷ്ണദേവൻ പറഞ്ഞു, ജ്ഞാനികളെല്ലാം കരിയില പോലെയാണ്. കാറ്റ് ഏത് ദിശയ്ക്ക് അടിക്കണോ ആ ദിശയ്ക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും, പറന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മൾ പോയി ഇവിടെ തടുത്ത് നിൽക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് സഫർ ആവണത്, നമ്മൾ സഫർ ചെയ്യണത് അല്ലേ? പ്രകൃതി ഒരു വേഗത്തിൽ വരണോ ആ പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക നമ്മൾ. ധാരാളം ജീവജാലങ്ങളൊക്കെ ഉണ്ട്, അവരൊന്നും ഇതിനെ എതിർത്ത് നിൽക്കണമെന്നൊന്നുമില്ല. മരിക്കുമ്പോൾ എവിടെ പോയി മരിക്കണമെന്ന് പോലും നമ്മൾ കാണണ്ടല്ലേ? ഇപ്പൊ റോഡില് കാറൊക്കെ പോകുമ്പോൾ ഈ പട്ടികളൊക്കെ മരിച്ചു കിടക്കുന്നത് കാണാന്നല്ലാതെ പൂച്ചകളൊക്കെ വീട്ടിൽ വളർന്നു കഴിഞ്ഞാൽ അത് മരിക്കാൻ നേരം ആകുമ്പോൾ ഇത് ഓടിക്കളയും വീട്ടിൽ നിന്ന്. അത് പോയിട്ട് എൻ്റെ യജമാൻ്റെ അടുത്ത് പോയിട്ട് പാരസെറ്റമോൾ വാങ്ങിച്ചു തരൂ, ഇഞ്ചക്ഷൻ എടുക്കൂ, വെന്റിലേറ്ററിൽ കൊണ്ടിടൂ എന്നൊന്നും പറയണില്ല. അത് പ്രകൃതിക്ക് ഇഴകിച്ചേരണം. അപ്പൊ നമ്മള് പ്രകൃതി എന്ത് ചെയ്യണോ? നമ്മൾ കുറച്ചു നേരം ഉള്ളതുപോലെ കാണിക്കണോ, നിർത്തണോ, അവസാനിപ്പിക്കണോ, എല്ലാം അല്ലേ? അപ്പോൾ ആ ടൈമിൻ്റെ ഇടയിൽ നമ്മൾ ഈശ്വര ഭജനം വയ്ക്കണം, ഈശ്വര ഭജനം ചെയ്യണം. അതിനെന്താ വഴി എന്ന് പറഞ്ഞാൽ ഈശ്വര കഥകൾ, ആ കഥകളെ ശ്രവണം ചെയ്യാം. ഒന്നും എടുത്ത് ജപിക്കാൻ അറിയില്ലെങ്കിൽ കൂടെ ശ്രവണം ചെയ്യാം. ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഗുരുദാസന്റെ ഒരു ടോക്കിൽ കുറച്ചൊരു കാര്യം കേട്ടു. അതിൽ ഒരു സന്യാസി, അദ്ദേഹം സന്യാസി ആവണതിന് മുമ്പ് ഒരു യാത്ര ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കണം. ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മുല്ലാവ് എന്തോ ജപിച്ചുകൊണ്ടിരിക്കണം. ഇദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങി ഒരു അരമണിക്കൂറെന്നോ ഉറങ്ങിയിട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ മുല്ലാവ് ജപിച്ചുകൊണ്ടേയിരിക്കണു. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ തോന്നി, ഞാനും ഒരു ഭക്തൻ എന്ന് പേരിട്ട് നടക്കണു, കുറിയൊക്കെ ഇട്ട് നടക്കണു, ഭാഗവതം വായിക്കണു, ഭഗവത്ഗീത വായിക്കണു, അയാളിതാ ജപിക്കണു, ഞാൻ ഈ സമയം ഉറങ്ങി വേസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് കുറച്ച് നാരായണ 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 ജപിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു? മുല്ലാവിന് തെറ്റി. മുല്ലാവ് നാരായണ നാരായണ മുല്ലാവ് നാരായണ നാരായണ എന്ന് പറഞ്ഞു തുടങ്ങി. അത്ര കാരണം തെറ്റിപ്പോയി, തമ്മിൽ നാമം മാറിപ്പോയി. ഇതൊരു ഇൻസിഡൻറ്റിന് പറഞ്ഞതല്ല, നമ്മൾ എടുത്ത് ചെയ്യും. ഇപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് കുട്ടി നാമം ജപിക്കണില്ലല്ലോ, അമ്പലത്തിൽ പോകണില്ലല്ലോ എന്ന് നമ്മൾ കുറ്റം പറയില്ലേ? നമ്മൾ ആദ്യം അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. നമ്മൾ ജപം ചെയ്യണം അല്ലേ? ആശ്രമത്തിൽ ആരും വരണില്ല, ആശ്രമത്തിൽ ആരും ജപിക്കുന്നില്ല, ആശ്രമത്തിൽ ആർക്കും അധ്യാത്മം വേണ്ട. ആദ്യം നമ്മൾ അധ്യാത്മത്തിൽ ഇറങ്ങാം. ആദ്യം നമ്മൾ അധ്യാത്മത്തിൽ ഇറങ്ങിയാൽ പതുക്കെ പതുക്കെ ആളുകൾ വരും. നമ്മൾ നാമം ജപിച്ച് തുടങ്ങാം. അതുകൊണ്ട് ഭഗവത് കഥ കേട്ട് വന്നാൽ ചിലപ്പോൾ തിരുനാവുക്കരസർ പറയണു, ഞാൻ ഉണ്ണൈ മറந்தாലും, കറക്റ്റ് വാക്കിതല്ല, തെറ്റുണ്ട്, ഞാൻ ഉണ്ണൈ മറந்தாലും നാ സൊല്ലും നമശിവായവേ. എന്താണോ എപ്പോഴും ശീലിച്ചിരുന്നത്. ചില ചേട്ടൻ അനിയജൻ ഒക്കെ ഉണ്ട്. ചിലർ വീട്ടില് ചിലപ്പം നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരെ ചേട്ടാന്ന് വിളിക്കുന്ന സംസ്കാരത്തിലുള്ളവരായിരിക്കും ചിലർ. വെളിയിലിറങ്ങിയ വീട്ടിൽ പോയി 10 വയസ്സിന് മൂത്ത ചേട്ടനെ ഡാ എന്ന് വിളിക്കും. അത് പിന്നെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനേ പറ്റില്ല അല്ലേ? ഡാ ചേട്ടാന്നാവും. പിന്നെ ഫസ്റ്റ് നമ്മൾ ശീലിച്ചത് വെളിയിൽ വരും.
അതുകൊണ്ട് ഒന്നും ആത്മജ്ഞാനം കിട്ടിയോ ഇല്ലയോ ഒന്നും നമ്മൾ നോക്കരുത്. വളരെ കുട്ടിക്കാലം തൊട്ടേ ഈശ്വരനാമം ജപിച്ചുകൊണ്ടേയിരിക്കാം. ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരുന്നാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും നമ്മൾ അടിക്കാൻ വന്ന അയാളെ ചീത്ത വിളിക്കണം നമുക്ക് തോന്നിയാൽ കൂടെ ഭഗവത് നാമം വരും. എന്തുകൊണ്ടാ? നാസൊല്ലും നമശിവായവേ. തിരുനാവുക്കരസർ സ്വാമി, അപ്പർ സ്വാമി എന്ന് പറയും. 4 ഒരാള്. ജ്ഞാനസംബന്ധർ, തിരുനാവുക്കരസർ, സുന്ദരമൂർത്തി നയനാർ, 3 പേര്. 4 ഒരാള് മാണിക്യവാചക സ്വാമി. പരമശിവഭക്തന്മാർ. അതിൽ തിരുനാവുക്കരസർ സ്വാമി, അപ്പർ സ്വാമി വലിയൊരു ശിവഭക്തിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു. സംസ്കാരമാണ് ഞാൻ പറയണത്. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട സംസ്കാരം. സത്സംഗം എന്ന് പറയണത് ഏതോ ഒരു ആസാമി വന്നിരുന്ന് സംസാരിക്കണം, കുറച്ച് പേര് കേൾക്കണമെന്നല്ല. ഒരു ഭഗവത് നാമം എടുത്ത് ജപം ചെയ്യണം, അത് സത്സംഗമാണ്. അപ്പൊ അതുപോലെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഒരു സംസ്കാരത്തിൽ വളർന്ന ഒരു കുട്ടി, ആ കുട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജൈനമതത്തിൽ പോയി ചേർന്നു. ജൈനമതത്തിന് ശിവാരാധന ചെയ്യാൻ പാടില്ല. ശിവാരാധന ഒഴിച്ച് വേറെ എന്തും ചെയ്യാം. വെജിറ്റേറിയൻ എന്ന് പറയുന്നത് പ്യുവർ വെജിറ്റേറിയൻസിനെയൊക്കെ നമുക്ക് ജൈനമതത്തിൽ പോയാൽ അവരെന്തൊക്കെ കഴിക്കില്ലയോ അതൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കണത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കില്ല, ഇങ്ങനെ ചില വർഗ്ഗങ്ങൾ കഴിക്കില്ല. വേദം എന്തൊക്കെ കഴിക്കില്ല എന്ന് പറയണോ അതെല്ലാം അവർ പാലിക്കണം. അത്രയ്ക്ക് സാധനാ പദ്ധതിയിൽ ഇരിക്കണവര് പരമേശ്വരൻ, ശിവഭക്തന്മാർ അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമശിവായ പറയാൻ പാടില്ല. ഇവരെന്ത് ചെയ്യും? ശിവലിംഗമൊക്കെ ഉണ്ടെങ്കിൽ കല്ലെടുത്തെറിയും. അങ്ങനെ അപ്പർ സ്വാമി എന്ത് ചെയ്തു? ഇതുപോലെ അവർ കല്ലെടുത്ത് കൊടുത്തിട്ട് ഓരോ കല്ലെടുത്ത് എറിയും. അപ്പർ സ്വാമി ശീലിച്ചു പോയി, ചെറിയ ആ ഫാമിലിയിൽ ജീവിച്ച് ശീലിച്ചു പോയി. എന്താ? നാമം നമശിവായ ശീലിച്ചു പോയി. സ്വാമി എന്ത് ചെയ്യും? കല്ലെറിയുമ്പോൾ നമശിവായ പറഞ്ഞു. അങ്ങനെ ആ കല്ലെറിഞ്ഞ് ഒരു വയറുവേദന വന്നു. താങ്ങാനാവാത്ത വയറുവേദന. ഇത് ഇടയിലൊരു കഥ. താങ്ങാനാവാത്ത വയറുവേദന വന്നു. പല വൈദ്യന്മാരെയും കണ്ടു, പല ഹോസ്പിറ്റലിൽ പോയി, പലരുടെയും കണ്ടു, പല ചികിത്സകളും ഹീലിങ്ങും ഒക്കെ കണ്ടു. ഒന്നിലും പരിഹാരമില്ല. ഇദ്ദേഹം രാക്കുരാമാനം അവിടുന്ന് എത്രയോ കിലോമീറ്റർ മൈൽ ദൂരം നടന്ന് സഹോദരിയുടെ അടുത്ത് വന്നു. സഹോദരിയുടെ സങ്കല്പത്തിൽ പ്രാർത്ഥന, അനിയൻ വരണം. വയറ്റുവലി കൊണ്ടുവന്നു. ആ വയറ്റുവലി കൊണ്ടുവന്ന് നമശിവായ എന്നൊരു ഔഷധം കൊടുത്തു. സഹോദരി നമശിവായ എന്നൊരു ഔഷധം ഉപദേശിച്ചു കൊടുത്തു. വായിൽ വന്നുകൊണ്ടേയിരുന്നു അല്ലേ? ഒരു കല്ലെടുത്ത് നമശിവായ എന്ന് എറിഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഒരു വയറുവേദനയായിട്ട് ഭഗവാൻ അവതരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് സഹോദരി ഉപദേശിച്ച് ചികിത്സ ചെയ്തു മാറി. അപ്പൊ ശങ്കരാചാര്യർ ഇതിലൊരു ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ എത്രയോ പൂജ ചെയ്തു, മന്ത്രജപം ചെയ്തു, സമാധി അഭ്യസിച്ചു, പ്രാണനെ അടക്കി നിർത്തി നോക്കി, എനിക്കൊന്നും പ്രകാശിച്ചില്ല. ഏതോ ഒരുത്തൻ എവിടെയോ പോയിരുന്ന് കല്ലെടുത്തെറിഞ്ഞപ്പോ അവന് പ്രകാശിച്ചു. അതുകൊണ്ട് എൻ്റെ വീട്ടിലും ഉണ്ട് അമ്മിക്കുഴവി, ആട്ടുകല്ല്, ഒലക്ക, ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കട്ടെ എന്ന് ചോദിക്കണു ഭഗവാന്റെ അടുത്ത്. ഇതിലൊരു ശ്ലോകം ശിവാനന്ദ ലഹരിയിൽ. അപ്പോ നമ്മൾ ചീത്ത പറയാനെങ്കിലും ഭഗവാന്റെ നാമം ഉപയോഗിക്കാം. നാമത്തിൻ്റെ മഹിമ അല്ലേ? ഉള്ളത് ഭഗവാനേ ഉള്ളൂ. ആ ഭഗവാന്റെ നാമമാകുന്ന മഹിമ ഒരു ചെറുപ്പകാലത്തെ നമുക്ക് കിട്ടിയ ആ നാമം നമ്മളെ കരകയറ്റും. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത. ആ നാമം എന്ത് ചെയ്യണോ? കിൽബിഷരജോ, ശുദ്ധമാക്കണു, സ്ഫുടമാക്കിയെടുക്കണു, നമ്മളെ ശുദ്ധമാക്കിയെടുക്കണു. നമ്മളെ എങ്ങനെയാ ശുദ്ധം? എവിടെയാ അശുദ്ധി എന്ന് പറഞ്ഞ? എവിടെയാ അശുദ്ധി? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അശുദ്ധി. ആരാ അശുദ്ധി പെറുക്കണ, വേസ്റ്റ് പെറുക്കണ ഒരു കുപ്പയുണ്ട് നമ്മുടെ ഉള്ളില്, മനസ്സ്. ജ്ഞാനം വന്നവരെല്ലാം, ജനകൻ തന്നെ പൂന്തോട്ടത്തില് ഏതോ ഒരു മഹാത്മാവ് പൂന്തോട്ടത്തില് വേറെ ആർക്കോ ഉപദേശിക്കണു, നീ ആത്മാവാണ്, അഹം ബ്രഹ്മ എന്ന് മഹാവാക്യത്തെ ഉപദേശിക്കുന്നത്
പൂന്തോട്ടത്തിൽ എവിടെയോ നിന്ന് ശ്രവണം ചെയ്തു. സത്സംഗം എങ്ങനെ വേണമെങ്കിലും സാധിക്കാം. പൂന്തോട്ടത്തിൽ എവിടെയോ നിന്ന് ശ്രവണം ചെയ്ത ആള് കീറി വിളിക്കുകയാണ്, ആനന്ദത്തിൽ വിളിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ പ്രബുദ്ധോഹം പ്രബുദ്ധോഹം, ഞാൻ ഉണർന്നു, ഞാൻ ഉണർന്നു. ദൃഷ്ടചോരോയമാത്മനഃ, ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു. ആരാ കള്ളൻ? മനോനാമ, മനസ്സെന്ന് പേരുള്ള ഒരു കള്ളൻ. ആ കള്ളനെ കണ്ടുപിടിച്ചു. ആ കള്ളൻ എന്ത് ചെയ്യണു? കാമ ക്രോധശ്ച ലോഭശ്ച ദേഹേ തിഷ്ഠന്തി തസ്കരാഹ. കാമമായിട്ടും ക്രോധമായിട്ടും ലോഭമായിട്ടും മോഹമായിട്ടും മതമായിട്ടും മാത്സര്യമായിട്ടും എൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്നു. എന്തിനാ അത്? ആ കള്ളൻ എന്തിനാ വന്നിരിക്കണം എന്ന് വെച്ചാ ജ്ഞാനരത്ന അപഹാരാർത്ഥം. ജ്ഞാനമാകുന്ന രത്നം അതിനെങ്ങനെയാ അപഹരിക്കണത്? അതിനെ മൂടി വെച്ചിട്ട്. പണ്ട് ടിപ്പു സുൽത്താൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വേട്ടയാടാൻ വരും എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ബ്രാഹ്മണരും അവിടുത്തെ പൂജാരിമാരും എല്ലാം കൂടെ കരിയൊക്കെ കൊണ്ട് തേച്ചു വെച്ചു. സ്വർണഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കരിയൊക്കെ കൊണ്ട് തേച്ചു വെച്ചു. മൊത്തം തേച്ചു വെച്ചു. ടിപ്പു സുൽത്താൻ ഒട്ടും യുദ്ധം ചെയ്യാനും പറ്റിയില്ല. അദ്ദേഹത്തിന് ഏതോ ഒരു ന്യൂസ് വന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് എന്തോ വയ്യാതായോ, മരണപ്പെട്ടു എന്തോ ന്യൂസ് വന്നിട്ട് പകുതി വെച്ചിട്ട് ഒരു കോട്ടയുടെ സൈഡിൽ വച്ച് തിരിച്ചു വന്നു. അങ്ങനെ ഒരു കഥ വന്നോ ഉള്ളതാണോ ഒന്നും അറിയില്ല. പക്ഷേ അതെല്ലാം കരിയിൽ വെച്ച് മൂടിയതിന് ശേഷം പതുക്കെ ആ തലമുറ ഇതൊന്നും എടുത്തിരുന്നുമില്ല. പതുക്കെ ഈ തലമുറകൾ എന്ത് ചെയ്തു? ഒന്നും ആരും അമ്പലത്തിൽ പോണില്ല. കുറേ നാൾക്കില്ല. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു എത്ര കൊല്ലമാവും? ഒരു 25 കൊല്ലം അല്ലേ? ഒരു 20 കൊല്ലം എത്രയാവും? 20 കൊല്ലം വരയ്ക്ക് പോയാൽ ഒറ്റ മനുഷ്യൻ കാണില്ല. വെരി സൈലന്റ് ആയിരിക്കും. ഒറ്റ മനുഷ്യൻ കാണില്ല. ആകെ ഉത്സവം എന്ന് പറയുമ്പം കുറെ പേര് വന്ന് കൂടുന്നല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരും വരണില്ല. എപ്പോ ഇതിനെ തേച്ച് മിനുക്കി സ്വർണത്തിനെ കണ്ടോ, പിന്നെ അകത്തിരിക്കുന്ന നിധി കണ്ടോ, ഇപ്പം ആർക്കും പത്മനാഭനെ വേണ്ട. എന്താ വേണ്ടത്? എല്ലാ ഹിന്ദിക്കാരും വന്ന് ചോദിക്കുന്നത് സോനാ കഹാ ഹേ, സോനാ കഹാ ഹേ. ഭഗവാനെ വേണ്ട, വെളിയിലുള്ള പൊരുളിനെ വേണം അല്ലേ? അതുപോലെ ജ്ഞാനരത്ന അപഹാരാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനമാകുന്ന തൻ്റെ സ്വരൂപത്തിനെ ഈ മനസ്സാകുന്ന മറയ്ക്കണം. അതാണ് പൊടിപടലങ്ങൾ. ഈ പൊടിപടലത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ ഭഗവത് നാമം വേണം. യാതേ രുദ്ര ശിവ തനൂരഘോര പാപകാശിനി. ഭഗവാന്റെ മംഗളമായ ശരീരം എന്താ? പാപകാശിനി. പാപത്തെ തുടച്ചു നീക്കണം. എങ്ങനെ തുടച്ചു നീക്കും? ഭഗവത് നാമം. യാതേ രുദ്ര ശിവ തനൂ ശിവ വിശ്വാഹവേശജി. വിശ്വത്തിനും ഉള്ള മരുന്ന്. ആ മരുന്ന് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുക. ഏതാ മരുന്ന്? നമഃശിവായ, നമോ നാരായണായ. ഏത് സമ്പ്രദായത്തിലാണെങ്കിലും ആ നാമത്തെ കൊണ്ട് നമുക്ക് മനസ്സിനെ ക്ലീൻ ചെയ്യാം. എന്ന് വെച്ചാൽ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ ഒരു ആലംബം വേണം. ആ ആലംബമാണ് ഭഗവത് നാമം. ആ ഭഗവത് നാമം എടുത്ത് ജപം ചെയ്തുകൊണ്ടിരുന്ന ആ മനസ്സിന് വേറെടുത്തും പോവാൻ പറ്റിയില്ല. മനസ്സ് പോയാലും ശീലമാവും. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ജപിച്ചുകൊണ്ട് കിടന്നാൽ രാവിലെ ഉണരുമ്പോൾ നല്ല പ്യുവറായിട്ട് നമുക്ക് ഉറങ്ങാം. സ്വപ്നത്തിൽ പോലും ഭഗവാൻ വരും. ഹൊറർ സിനിമ അടുത്ത വീട്ടിലെ ആളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടന്നാൽ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും സ്വപ്നത്തിൽ. എന്തുകൊണ്ടാ? അടുത്ത വീട്ടുകാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും നല്ലത് കേൾക്കാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ വയ്യ. അല്ലെ, സത്സംഗം രാവിലെ തൊട്ട് രാത്രി വരെ കേട്ടാൽ അടുത്ത വീട്ടിൽ ഒരു കുറ്റം കേട്ടാൽ ത്രാസിൽ ഏതാ തൂങ്ങി നിൽക്കുന്നത്? അടുത്ത വീട്ടുകാരെ എന്നെ പറ്റി പറഞ്ഞ കുറ്റ തൂങ്ങി നിൽക്കും അല്ലേ? ഒരു സന്യാസിയുടെ അടുത്ത് 2 ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാരിൽ 2 പേരും, ശിഷ്യന്മാരൊക്കെ നമുക്കറിയാം, 2 പേരും ഫൈറ്റായിരിക്കും തമ്മിൽ.
പാവ സന്യാസി ഇതിൻ്റെ ഇടയിൽ പെടും. അപ്പോൾ 2 ശിഷ്യന്മാർ തമ്മിൽ ഫൈറ്റായിട്ട് ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യനെ വിളിച്ച് പോടാ കഴുതയെന്ന് പറഞ്ഞു. അവിടെ അടിയായി. സന്യാസിയുടെ അടുത്ത് പോയി പറയണേ, എന്നെ കഴുതയെന്ന് വിളിച്ചു, അദ്ദേഹം എന്നെ കഴുതയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി ചോദിച്ചു, 1000 വട്ടം നിന്നെ ഞാൻ ബ്രഹ്മമേ ബ്രഹ്മമേ എന്ന് വിളിച്ചു, നീ ഐഡന്റിഫൈയേ ചെയ്തില്ല. കഴുതാന്ന് വിളിച്ചപ്പോൾ നീ ഐഡന്റിഫൈ ചെയ്തു. നിന്റെ ഉള്ളിൽ നീ എന്തെന്നാണ് വിചാരം ചോദിച്ചു. നിന്റെ ഉള്ളിൽ നീ ബ്രഹ്മം എന്നാണോ കഴുതാന്നാണോ വിചാരം? കാരണം എന്താ? മനസ്സ് വേണ്ടാത്തതിനെയൊക്കെ പിടിച്ചു നിൽക്കണു അല്ലെ? വേണമെന്നുള്ളത് കിട്ടിയാൽ കൂടെ അല്പം അതിൽ നല്ലതുപോലെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് പോവാം, എസ്കേപ്പ് ആവാം അല്ലേ? ഏതെങ്കിലും ഭഗവത് നാമം കേട്ടാ, എവിടെയെങ്കിലും സങ്കീർത്തനം കേട്ടാ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് 1 സെക്കൻഡിൽ നമ്മൾ ആ വാക്യത്തെ നിർത്തിയിട്ട് അടുത്ത പരിപാടിക്ക് പോകും. ആ പരിപാടിയെ ഇല്ലാതാക്കി കളയും. ആ പരിപാടി എന്താ? സംസാരം. ആ സംസാരത്തിനെ സത്സംഗം ഇല്ലാതാക്കും. കിൽബിഷരജോ ദളന്തി ധീകുല്യാ സരണിഷു പതന്തി വിജയതാം. ധീകുല്യാ സരണിഷു പതന്തി. അങ്ങനെ ശുദ്ധമായിട്ടുള്ള മനസ്സ്, ഭഗവത് നാമം കേട്ട് ശുദ്ധമായ മനസ്സ് ധീകുല്യാസരണിഷു പതന്തി, ബുദ്ധിയാകുന്ന തടത്തിൽ പോയി സ്റ്റോറാവും.